37 വർഷം MP ആയിരുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്നുള്ള എൻ്റെ ചോദ്യത്തിന് ഇന്നലെ അദ്ദേഹം തന്ന മറുപടിയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. 37 വർഷം MP ആയിരുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് വെറും 9 പദ്ധതികളാണ് നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്നത്. 37 വർഷം MP ആയിരുന്ന ഒരാൾ വെറും 9 പദ്ധതിയാണോ നടപ്പാക്കേണ്ടതെന്നത് നാം പുനർചിന്തീകരിക്കേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട MP, നമുക്ക് ഓരോ മേഖലയും എടുത്ത് പരിശോധിക്കാം. ആദ്യം വിദ്യാഭ്യാസ മേഖല തന്നെ ആയിക്കോട്ടെ. 37 വർഷം കൊണ്ട് 3 പദ്ധതികളാണ് കൊട്ടാരക്കര അസംബ്ലി മണ്ഡലത്തിൽ അങ്ങ് നടത്തിയതെന്ന് അവകാശപ്പെടുന്നത്. ആ അവകാശപ്പെടുന്ന പദ്ധതികളിൽ ഒന്ന് നവോദയ വിദ്യാലയമാണ്. ഇതൊരു കേന്ദ്ര പദ്ധതിയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും നവോദയ വിദ്യാലയമുണ്ട്. മിക്ക ജില്ലകളിലും ജില്ലാ സെൻട്രലാണ് നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരക്കരയിലും അങ്ങനെ തന്നെ. അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങ് പറഞ്ഞത് 2 കാര്യം കൂടിയാണ്. കേന്ദ്രീയ വിദ്യാലയത്തിന് അനുമതി കിട്ടിയിരിക്കുന്നു, സ്കൂൾ കെട്ടിടത്തിന് തുക അനുവദിച്ചിരിക്കുന്നു. എങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് സഖാവ് KN ബാലഗോപാൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. സഖാവ് KN ബാലഗോപാലിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രധാന വികസന പ്രവർത്തനങ്ങൾ പറയാം. 60 വർഷങ്ങൾക്ക് ശേഷം കൊട്ടാരക്കരയിൽ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ IT ക്യാമ്പസ് അതിന് കൊട്ടാരക്കരയിലാണ്. കൂടാതെ ഡ്രോൺ റിസർച്ച് പാർക്കും കൊട്ടാരക്കരയിലാണ്. 30ഓളം സ്കൂളുകൾക്ക് അനുബന്ധ സൗകര്യങ്ങളും പുതിയ കെട്ടിടങ്ങളും മാത്രമല്ല, പ്രധാനപ്പെട്ട 10 അംഗൻവാടികൾക്ക് 25 ലക്ഷം രൂപ വീതവും KN ബാലഗോപാൽ നൽകി. സ്കൂളുകളിൽ ലാംഗ്വേജ് ലാബുകൾ, പുതിയ SPC യൂണിറ്റുകൾ, സ്കൂൾ കോളേജുകൾക്ക് ബസ്സുകൾ, വായനശാലകൾക്ക് പുതിയ കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റം 5 വർഷം കൊണ്ട്. ഇനിയുമേറെ പറയാനുണ്ട്, മറുപടി തരാനും വരും ദിവസങ്ങളിൽ.